السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്നത്തെ നമ്മുടെ ഈ ഹദീസ് പഠനത്തിൽ അൽ അർബഊൻ അൻ നവവിയയിലെ 17ാമത്തെ ഹദീസാണ് നമ്മൾ വായിക്കുന്നത്. عن أبي يعلى شداد بن أوس رضي الله عنه عن رسول الله صلى الله عليه وسلم قال: إن الله كتب الإحسان على كل شيء، فإذا قتلتم فأحسنوا القتلة، وإذا ذبحتم فأحسنوا الذبحة، وليحد أحدكم شفرته وليرح ذبيحته. റവാഹു മുസ്ലിം. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നമ്മുടെ ഈ ഹദീസ്. ഇസ്ലാമിൻ്റെ മേന്മകൾ, മഹത്വങ്ങൾ ഘോഷിക്കുന്ന സുന്ദരമായ ഹദീസ്. ഹദീസ് അബൂ യഅല ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നിവേദനം. ഔസ് ഇബ്നു സാബിത്ത് എന്നിവരുടെ മകനാണ് ഷദ്ദാദ്. ഔസ് ഇബ്നു സാബിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിയായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്. അപ്പോൾ ഷദ്ദാദ് ഇബ്നു ഔസിൻ്റെ പിതൃ സഹോദരൻ ആകുന്നു കവി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. അവർ ബനു ഖസ്റജ് ഗോത്രക്കാരാണ്, നജാരികൾ, അൻസാരികൾ. അബൂ യഅല എന്നത് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്, കുഞ്ഞത്ത്. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു പ്രഗത്ഭനായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളുടെ 2 പാദരക്ഷകൾ ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലുണ്ടായിരുന്നു. അദ്ദേഹം അത് അണിഞ്ഞിരുന്നു, സംരക്ഷിച്ചിരുന്നു. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദായിരുന്നു അത് കൈവശം വെച്ചിരുന്നത്. പിൽക്കാലത്ത് ഷദ്ദാദ് ഇബ്നു ഔസ് മദീനയിൽ താമസം മാറ്റി ബൈത്തുൽ മഖ്ദിസിലായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം മകൻ മുഹമ്മദിൻ്റെ വീടിന് അപകടം സംഭവിക്കുകയും ആ വീട് പൊളിഞ്ഞു വീണ് മുഹമ്മദിൻ്റെ കാല് മുറിയുകയുമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാദരക്ഷകൾ ധരിക്കാൻ അവസരമുണ്ടായില്ല. അപ്പോൾ പെങ്ങൾ ഖസ്റജ് അദ്ദേഹത്തോട് വന്ന് ആവശ്യപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പാദരക്ഷകൾ നിങ്ങൾക്കണിയാനാവുന്നില്ല, അത് അനന്തരം കൊടുക്കാൻ നിങ്ങൾക്ക് മക്കളുമില്ല, എനിക്കാകട്ടെ ഒരു സന്തതി പിറന്നിരിക്കുന്നു, അതുകൊണ്ട് ഈ പാദരക്ഷകൾ ഞാൻ ഏറ്റെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഖസ്റജിൻ്റെ കയ്യിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ 2 പാദരക്ഷകളും. ചരിത്രം പറയുന്നത് അബ്ബാസി ഖലീഫ അൽ മഹ്ദി ബൈത്തുൽ മഖ്ദിസിൽ വന്നപ്പോൾ ഈ വിവരമറിയുകയും അങ്ങനെ വലിയ പാരിതോഷികം നൽകി ഖസ്റജിൽ നിന്ന് ചെരുപ്പുകൾ മഹ്ദി സ്വീകരിക്കുകയും ഉണ്ടായി എന്നാണ്. മുഹമ്മദ് ജീവിച്ചിരുന്നു. ചെരുപ്പിൻ്റെ കഥ കേൾക്കാൻ മുഹമ്മദിനെ മഹ്ദി വിളിച്ചു വരുത്തിയപ്പോൾ ആ ചെരുപ്പുകൾ കണ്ട മഹ്ദി മുഹമ്മദ് ഏറെ നേരം കരയുകയും തനിക്കത് തിരിച്ചു നൽകണമെന്ന് മഹ്ദിയോട് അഭ്യർത്ഥിക്കുകയും ഉണ്ടായി എന്നാണ്. മുഹമ്മദിൻ്റെ ആ വൈകല്യവും കരഞ്ഞുകൊണ്ടുള്ള അഭ്യർത്ഥനയും കേട്ട് ഖലീഫ മഹ്ദി ഈ പാദരക്ഷകൾ മുഹമ്മദിന് തിരിച്ചു നൽകുകയുണ്ടായി എന്നാണ് ചരിത്രം. ഏതായാലും ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ കോറിയ ഒരു വിഷയം അനുസ്മരിച്ചു എന്ന് മാത്രം. അബൂ യഅല ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്നത്, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. ഇന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു കതബൽ ഇഹ്സാൻ, ഇഹ്സാനിനെ വിധിച്ചു, നിർബന്ധമാക്കി, അലാ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിലും. അല എന്നത് ഇവിടെ ഫി എന്ന അർത്ഥത്തിലാണ്. ഫി കുല്ലി ഷൈഇൻ, എല്ലാ സംഗതികളിലും ഇഹ്സാനിനെ അള്ളാഹു വിധിച്ചു, നിശ്ചയിച്ചു എന്നാണ്. അല എന്ന അവ്യയം ഫി എന്ന അർത്ഥത്തിൽ വരും. ഇവിടെ ഇന്നല്ലാഹ കതബ, അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചു, നിശ്ചയിച്ചു, നിർബന്ധമാക്കി എന്നാണ്. കതബ എന്ന് പറഞ്ഞാൽ ശറഅ അല്ലെങ്കിൽ ഔജബ, നിർബന്ധമാക്കി, നിയമമാക്കി. കുതിബ അലൈക്കുമുൽ ഖിസാസ്, കുതിബ അലൈക്കുമുസ് സിയാം, ഇങ്ങനെ നമ്മൾ വേറെയും നസ്സുകൾ വായിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബത്ത് അത് കൗനിയായുമുണ്ട്, ശറഇയായുമുണ്ട്. പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ വിധി, അതിനെക്കുറിച്ച് കതബ പറയും.
മതപരമായി വിധിവിലക്കുകൾ നിശ്ചയിക്കുന്നതിനെക്കുറിച്ചും കതബ എന്ന് പറയും. ഇവിടെ ഏതാണ് ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളിലും ഇഹ്സാനിനെ വിധിച്ചിരിക്കുന്നു പ്രാപഞ്ചികമായി എന്നതാണോ അതല്ല മതപരമായി എന്നാണോ? ഇവിടെ ഈ ശൈലി അറിയിക്കുന്നത് മതപരമായി എന്നുള്ളതാണ്. കാരണം ഇതിനെ തുടർന്ന് ഫൈദ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ കൊല്ലുകയാണ് എങ്കിൽ കൊല്ലുന്നത് നന്നാക്കണം, അതിൽ ഇഹ്സാൻ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ശർഈയായ മതപരമായ അള്ളാഹുവിൻ്റെ വിധിയാണ് ഇവിടെ ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശം. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. ഈ ശൈലി ഒരു പ്രസ്താവനയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി, നിയമമാക്കി, നിശ്ചയിച്ചു എല്ലാത്തിലും ഇഹ്സാനിനെ. അതൊരു പ്രസ്താവനയാണ്. അത് കേവല പ്രസ്താവനയാണോ അതല്ല അതിൽ ഒരു കൽപ്പനയുടെ സ്വരമുണ്ടോ? അതിൽ കൽപ്പനയുടെ സ്വരമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിലും ഇഹ്സാനിനെ നിശ്ചയിച്ചു, നിയമമാക്കി. അതുകൊണ്ട് നിങ്ങൾ ആ ഇഹ്സാൻ എല്ലാത്തിലും പ്രയോഗിക്കണം, ഇഹ്സാൻ എല്ലാത്തിലും നിങ്ങൾ കാഴ്ചവെക്കണം. ഇങ്ങനെ ഒരു നിർബന്ധ സ്വരം, കൽപ്പന ഈ ഒരു ശൈലിയിലുണ്ട് എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നു. ഫീ കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന എല്ലാ മേഖലയിലും, അത് ജോലിയുമായി ബന്ധപ്പെട്ടാകട്ടെ, അത് പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാകട്ടെ, അധ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടാകട്ടെ, ആരാധനകളുമായി ബന്ധപ്പെട്ടാകട്ടെ, എല്ലാത്തിലും തൻ്റെ ഇടപഴകൽ സ്വന്തം ശരീരത്തോടാകട്ടെ, തൻ്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടാകട്ടെ, മക്കളുമായി ബന്ധപ്പെട്ടാകട്ടെ, അയൽപക്കങ്ങളുമായി ബന്ധപ്പെട്ടാകട്ടെ, അടുത്തകന്ന ബന്ധുക്കളുമായി ബന്ധപ്പെട്ടതാകട്ടെ, കൂട്ടുകാരുമായി ബന്ധപ്പെട്ടതാകട്ടെ, സമൂഹത്തിൽ സമൂഹ ശ്രേണിയിലെ ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ടതാകട്ടെ, എല്ലാത്തിനോടും ഇഹ്സാനിൽ വർത്തിക്കണം എന്നുള്ളതാണ്. തൻ്റെ വീട്, തൻ്റെ വസ്ത്രങ്ങൾ, തൻ്റെ വാഹനങ്ങൾ, താൻ ഉപയോഗിക്കുന്നത്, താൻ ഇടപഴകുന്നത് തുടങ്ങിയുള്ള എല്ലാത്തിലും ഇഹ്സാൻ വേണം എന്നുള്ളതാണ് ഇവിടെ ഉണർത്തുന്നത്. ഇഹ്സാൻ അള്ളാഹുവിനോടുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള ഇഹ്സാൻ? അത് നമ്മൾ മുമ്പ് ഹദീസ് ജിബ്രീലിൽ മൽ ഇഹ്സാൻ എന്ന ചോദ്യത്തിൻ്റെ പ്രതികരണം അൻ തഅബുദല്ലാഹ് കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക് എന്ന ആ ഒരു പ്രതികരണം വിശദീകരിച്ചപ്പോൾ മനസ്സിലാക്കി. ചില റിപ്പോർട്ടുകളിൽ അൻ തഖ്ശല്ലാഹ് കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ ഭയക്കലാണ് എന്നുമുണ്ട്. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന നിലയിലുള്ള പേടി, ഖശിയത്ത് അള്ളാഹുവിൽ വെച്ച് പുലർത്തലാണ് എന്ന് അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കും. പടപ്പുകളോടും ഇഹ്സാനുണ്ട്. പടപ്പുകളോടുള്ള ഇഹ്സാൻ അത് പടപ്പുകളോടുള്ള പെരുമാറ്റത്തിലും വർത്തനത്തിലും സംസാരത്തിലും കൈകാര്യകർത്തൃത്വത്തിലുമൊക്കെയുള്ള സുഹൃതമാണ്, നന്മയാണ്. ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗം ഒരു ഖബർ കുഴിക്കുന്നതിന് അരികിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ആ ഖബർ അവർ ഒരു കൃത്യതയിലല്ല കുഴിക്കുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുതരം വളവ് ശ്രദ്ധിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നേരെ കുഴിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ പ്രതികരിച്ചത് ഇന്നഹു ലി യഹൂദിയിൻ, ഈ ഖബർ ഞങ്ങൾ കുഴിക്കുന്നത് ഒരു ജൂതന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചത് അലസ്തു മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ എന്നാണ്. അതിൽ നമ്മൾ വായിക്കാനുള്ള ആശയം എന്താണ്? നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മളുടേതെല്ലാം ഇഹ്സാനോട് കൂടിയായിരിക്കണം. അപ്പുറത്ത് നിൽക്കുന്നവൻ ആരായാലും അവൻ ദുഷ്ടനാണ്, അവൻ പാപിയാണ്, അവൻ അക്രമിയാണ്, അതിനാൽ അവൻ ചെയ്തതുപോലെ നമ്മളും ചെയ്യുക എന്നത് അല്ല. വല തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, ഹസനത്തും സയ്യിഅത്തും അതൊരിക്കലും തുല്യമാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അദ്ദിൽ അമാനത ഇലാ നിഅ്തമനക് വല തഖുൻ മൻ ഖാനക്, നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്ത് അത് യഥാവിധം നിർവഹിക്കുക. നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയായാൽ വഞ്ചിച്ചവനും വഞ്ചിക്കപ്പെട്ട ആളും ഒരുപോലെയാകും. ഇസ്ലാമികമായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കേണ്ടവനാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് നിൽക്കുന്നവൻ ആരാണെങ്കിലും നമ്മൾ നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള വ്യക്തിത്വം സൂക്ഷിക്കേണ്ടതുണ്ട്. അതൊരിക്കലും നമ്മൾ അവരിനു വേണ്ടി പാഴാക്കാനോ നഷ്ടപ്പെടുത്താനോ പാടുള്ളതല്ല. യുദ്ധ സാഹചര്യത്തിൽ പോലും ഒരു യുദ്ധം അനിവാര്യമായി, യുദ്ധമുണ്ടായാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? വല തുമസ്സിലു എന്നാണ്.
നിങ്ങൾ വികൃതമാക്കരുത്, ചിത്രവധം നടത്തരുത് എന്ന്. ഒരു ശത്രു കൊല്ലപ്പെട്ടാൽ ഖലാസ്, പിന്നെ കൊല്ലപ്പെട്ട വ്യക്തിയെ വികൃതമാക്കാൻ ഒരിക്കലും പാടില്ല. ശത്രുക്കൾ മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ചെയ്യാറുമുണ്ട്. ഉഹദ് യുദ്ധത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, മൂക്ക് ചെത്തി, കാത് ചെത്തി, വയറ് പിളർന്ന്, നെഞ്ചി പിളർന്ന്, കടിച്ചു തുപ്പി, ഇങ്ങനെയൊക്കെ ചെയ്തത്. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങളിൽ നിന്ന് 70 പേരെ കൊന്നു. ആ 70 പേരിൽ ഹൻദല അൽ ഖസീൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഒഴിച്ച് ബാക്കിയുള്ള സഹാബികളെ മിക്കവാറും അവർ ചിത്രവധം നടത്തി. ഹൻദല അൽ ഖസീൽ, മലക്കുകൾ മയ്യത്ത് കുളിപ്പിച്ച സഹാബിയാണ് ഹൻദല. ഈ ഹൻദലയെ അവർ ചെയ്യാതിരുന്നത്, ഹൻദലയുടെ വാപ്പ അയാൾ ഒരു മുനാഫിക്കായിരുന്നു, കപടനായിരുന്നു. മുശ്രിക്കീങ്ങൾക്ക് മുസ്ലിമീങ്ങളെ ഒറ്റുകൊടുക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഹൻദലയുടെ ഉപ്പയോടൊരു കൂറുണ്ടായിരുന്നു. ആ കൂറിൻ്റെ സാഹചര്യത്തിലാണ് അവർ ഹൻദലയെ മാത്രം വികൃതമാക്കാതിരുന്നത്. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്ത്, അവർ കാത് ചെത്തി, മൂക്ക് ചെത്തി, മുഖം വെട്ടി, മാറി പുലർത്തി വികൃതമാക്കി. പക്ഷേ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുള്ള യുദ്ധത്തിൽ പോലും പറഞ്ഞത് വലാ തുമസ്സിലു, നിങ്ങൾ വികൃതമാക്കരുത്, ചിത്രവധം നടത്തരുത്, പിന്നെ കുട്ടികളെ കൊല്ലരുത്, വൃദ്ധരെ കൊല്ലരുത് തുടങ്ങിയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആശയങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുസ്ലിമീങ്ങൾ ഇഹ്സാൻ കൊണ്ട് കൽപ്പിക്കപ്പെട്ടവരാണ്. മുഹ്സിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പുകഴ്ത്തിയിട്ടുണ്ട്, ഏറെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം വർത്തിക്കുന്നു. ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇന്നല്ലാഹ മഅൽ ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. ഇങ്ങനെ തുടങ്ങി നമ്മൾ പല നസ്സുകൾ വായിക്കുന്നു. അത് ഇഹ്സാനിൻ്റെ പ്രാധാന്യത്തെയും മഹത്വത്തെയുമാണ് ഈ പ്രയോഗങ്ങൾ അറിയിക്കുന്നത്. ഏതായാലും ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ഉദാഹരിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. ഇഹ്സാൻ ആരോടെല്ലാം? എല്ലാത്തിനോടും. പക്ഷേ മിണ്ടാപ്രാണികളും ജന്തുമൃഗാദികളും അവരെ ആർക്കും എന്തു ചെയ്യാം എന്നൊരവസ്ഥയിലാണ്. പലപ്പോഴും ചോദിച്ചു വരാനോ ഉത്തരവാദിത്തമേൽക്കാനോ തങ്ങളുടെ സങ്കടം പറയാനോ ഉണർത്താനോ തന്നോട് അന്യായം ചെയ്തതിന് ഇന്ന ആളെന്ന് കാണിക്കാനോ പോലും കഴിയാത്ത അവസ്ഥയാണല്ലോ ജന്തുമൃഗാദികൾക്കും മിണ്ടാപ്രാണികൾക്കുമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ആ ഒരു വിഭാഗത്തെ പ്രത്യേകം ഉണർത്തുന്നുണ്ട്. ഫൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല വഇദാ ദബഹ്തും ഫഅഹ്സിനുൽ ദിബ്ഹ വൽയുഹിദ്ദ അഹദുകും ശഫ്രതഹു വൽയുരിഹ് ദബീഹതഹു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇവിടെ മിണ്ടാപ്രാണികളും മൃഗങ്ങളും മാത്രം അല്ല വിഷയം, പക്ഷേ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രധാനമായും അവരെ ഉദ്ദേശിക്കുന്നു. എന്താണ് ഇവിടെ അർത്ഥം? ഫൈദാ ഖതൽതും, നിങ്ങൾ വധിക്കുകയായാൽ, ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ വധിക്കുന്നത് ആ രീതി രൂപം അത് നല്ല രീതിയിലാക്കണം. വധിക്കുന്നതിൽ ഇഹ്സാൻ വേണം എന്നാണ്. അത് മൃഗങ്ങളെ മിണ്ടാപ്രാണികളെ മാത്രമല്ല, ഇപ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ യുദ്ധം ചെയ്യുന്ന ശത്രുവിനെ വധിക്കുകയാണ് എങ്കിലും ഫൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, ഞാൻ പറഞ്ഞില്ലേ വലാ തുമസ്സിലു, വികൃതമാക്കരുതെന്ന്. അപ്പോൾ ശത്രുവാണെങ്കിൽ പോലും വധിക്കുന്നത് മാന്യമായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഖിസാസിൽ കൊല്ലപ്പെടുന്ന വ്യക്തികളെ ചിലർ ഇതിൽ നിന്ന് ഒഴിവാക്കി. ഖിസാസ് പ്രതിക്രിയയാണ്, കൊലക്ക് പകരം കൊല. കൊലക്ക് പകരം കൊല അതാരാണ് നിർവഹിക്കേണ്ടത്? കൊല ചെയ്യപ്പെട്ടവൻ്റെ ബന്ധുക്കളും ഉത്തരവാദികളുമാണ്. അത് അവരുടെ അവസരവും അവകാശവുമാണ്. ഭരണാധികാരിക്ക് പോലും അതിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുവാൻ സ്വാതന്ത്ര്യമല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ കൊന്നോ അങ്ങനെ തിരിച്ചു കൊല്ലാൻ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്ക് അവകാശവും അധികാരവുമുണ്ട് എന്നുള്ളതാണ്. ഖിസാസ് തത്തുല്യമായ രീതിയിലുള്ള പ്രതിക്രിയ. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കളോട് ആരായണം, എങ്ങനെയാണ് ഘാതകൻ കൊല്ലപ്പെടേണ്ടതെന്ന്. അത് അവർക്കുള്ള ഇഹ്സാനാണ്, അവരുടെ അവകാശം അവർക്ക് വകവെക്കുക എന്നുള്ളത്. അവർ പ്രതികരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇയാൾ കൊല്ലപ്പെട്ടാൽ മതി, ഇയാൾ കൊന്നതുപോലെ കൊല്ലണം എന്നില്ല എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് വെട്ടിയാലും പ്രതിക്രിയയായി. അതല്ല, അവർ പറയുകയാണ് ഞങ്ങളുടെ ആളെ കൊന്നതുപോലെ പ്രതിക്രിയ നടത്തണമെന്ന് പറഞ്ഞാൽ അവർക്കതിന് അവകാശമുണ്ട്. ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, കൊന്നതുപോലെ കൊല്ലുക എന്നുള്ളതല്ല, പിന്നെയോ വാളുകൊണ്ട് കൊന്നാലും പ്രതിക്രിയയായി അത് മതി എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഫൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല എന്ന് പറഞ്ഞാൽ കൊല ചെയ്യുന്ന രീതിയിൽ പോലും ഇഹ്സാൻ പഠിപ്പിക്കപ്പെടുകയാണ്.
അനുബന്ധമായി മനസ്സിലാക്കേണ്ടത്, പ്രതിക്രിയയിലൂടെ കൊല്ലപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന വലാ യുസ്രിഫ് ഫിൽ ഖത്ൽ. കൊല്ലപ്പെട്ടവൻ്റെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശം നൽകിയിട്ടുണ്ട് ഘാതകൻ്റെ വിഷയത്തിൽ. പക്ഷേ അതിര് വിടാൻ പാടുള്ളതല്ല, തത്തുല്യമായിരിക്കണം പ്രതിക്രിയ. അതുകൊണ്ടാണ് പ്രതിക്രിയ കൊലയായി വേണമെന്ന് തീരുമാനിക്കാൻ കൊല്ലപ്പെട്ടവൻ്റെ ആളുകൾക്ക് അവകാശമുണ്ട്, പക്ഷേ അത് നടപ്പിലാക്കാനുള്ള അവകാശം അവർക്ക് നൽകാതിരിക്കുന്നത്, നടപ്പിലാക്കാൻ പ്രത്യേകം ഒരു ടീമിനെ ഏൽപ്പിക്കുന്നത്. കാരണം കൊല്ലപ്പെട്ടവൻ്റെ ആളുകൾ ഒരു വേള ഈ പ്രതിക്രിയ അവരോടുള്ള ശത്രുത തീർക്കാൻ മാത്രം നടപ്പാക്കും. അപ്പോൾ അതിൽ ഏറെ അതിക്രമമായി ഉണ്ടായേക്കും. അത് പാടില്ലല്ലോ. അത് തുല്യമാകാൻ അതിനാണ് മറ്റൊരു വകുപ്പിനെ ഈ ഖിസാസിന് ഏൽപ്പിക്കുന്നത് എന്നത് ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസിൻ്റെ തുടർച്ചയിൽ വൈദാ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ, നിങ്ങൾ അറുക്കുകയാണ് എങ്കിൽ അറുക്കുന്ന രീതി നിങ്ങൾ നന്നാക്കണം, അറവിൽ നിങ്ങൾക്ക് ഇഹ്സാൻ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്യുഹിദ്ദ അഹദുക്കും ശഫ്റതഹു, നിങ്ങളിൽ ഒരാൾ തൻ്റെ അറക്കുന്ന ആയുധം കത്തി അതിനെ മൂർച്ച കൂട്ടട്ടെ. വൽയുരിഹ് ദബീഹതഹു, അറുക്കപ്പെടുന്ന മൃഗത്തിന് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. കത്തി നന്നായി മൂർച്ച കൂട്ടണം, അപ്പോഴാണ് പെട്ടെന്ന് അറുക്കാൻ സാധിക്കുക. അങ്ങനെയാണ് ഫഅഹ്സിനു ദിബ്ഹ. അതേപോലെ ഉരുവിന് ആശ്വാസം നൽകുകയും വേണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മൃഗത്തെ കെട്ടിത്തള്ളിയിട്ട് അതിൻ്റെ കാൽഭാഗത്ത് അല്ലെങ്കിൽ കൈഭാഗത്ത് അറക്കുന്ന വ്യക്തി കാല് കയറ്റി വെച്ച് ആയുധം മുറിച്ചു കൂട്ടുന്നത് കാണുകയാണ്. അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ കോപിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതിനെ പലതവണ കൊല്ലാനാണോ നിന്റെ ഭാവം എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു, അറുക്കാൻ തള്ളിയിടുന്നതിന് മുമ്പ് ആയുധം മൂർച്ച കൂട്ടണം. ഉരുവിൻ്റെ മുന്നിൽ വെച്ച് ആയുധം മൂർച്ച കൂട്ടാൻ പാടുള്ളതല്ല. പിന്നെയോ പെട്ടെന്ന് അറവ് നടത്തുകയും എന്നിട്ട് ആ മൃഗത്തിന് ആശ്വാസം ഏകുകയും വേണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത് നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നുണ്ട്. ഇവിടെ മൃഗങ്ങളുടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്സാൻ നൽകുന്നതിൽ ഉണർത്തുകയാണ്. വലഖദ് കറംനാ ബനി ആദം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നാം മനുഷ്യരെ ആദരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറെ ആദരണീയരായ മനുഷ്യരോട് എത്രമേൽ ഇഹ്സാനിൽ വർത്തിക്കണം നമ്മൾ മുസ്ലിമീങ്ങൾ എന്നുള്ളതാണ്. അത് സമൂഹത്തിലെ ഏതൊരു തലത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി, എല്ലാവരോടുമുള്ള വർത്തനത്തിൽ, പെരുമാറ്റത്തിൽ ഇഹ്സാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, നിയമമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മൃഗങ്ങളുടെ വിഷയത്തിൽ വരെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരോടുള്ള ഇഹ്സാൻ്റെ വിഷയത്തിൽ, അപ്പോൾ മനുഷ്യരുടെ വിഷയത്തിൽ എത്ര മഹനീയമായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ദേശം എന്നുള്ളതാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. മൃഗങ്ങൾ ഇന്ന് ഏറെ ദ്രോഹിക്കപ്പെടുന്ന ചില കാഴ്ചകൾ കാണപ്പെടുന്നു. നമുക്കറിയാം, ഒരു പൂച്ചയെ തിന്നാൻ കൊടുക്കാതെ കെട്ടിയിട്ട് കൊന്നതിന് ഒരു സ്ത്രീ നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ പൂച്ച ആ സ്ത്രീയെ നരകത്തിൽ മാന്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചത്. ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് ദൂഷ്യ സ്വഭാവമുള്ള ഒരു സ്ത്രീ വെള്ളം കോരി നൽകിയതിനാൽ അവളുടെ ആ ചെയ്തിയെ അള്ളാഹു നന്ദിപൂർവ്വം സ്മരിച്ച് അവർക്ക് സ്വർഗം സുവിശേഷം പറഞ്ഞ സംഭവം. ദീനുൽ ഇസ്ലാം മൃഗങ്ങളുടെ വിഷയത്തിൽ വരെ സുന്ദരമായ നിയമങ്ങളും നിദർശനങ്ങളുമാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴുതയുടെ അരികിലൂടെ നടന്നുപോയ സംഭവമുണ്ട്. അതിൻ്റെ മുഖം ചൂടുവെക്കപ്പെട്ടിരുന്നു എന്നാണ്. കുവിയ ഫി വജ്ഹിഹി, ഒരു കഴുതയാണ്, അതിൻ്റെ മുഖം ചൂടുവെച്ച് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅന അല്ലാഹു മൻ ഫഅല ഹാദ, ഇത് ചെയ്ത മനുഷ്യനെ അള്ളാഹു ശപിക്കട്ടെ എന്നാണ് പറഞ്ഞത്. മാ മിൻ ഇൻസാനിൻ ഖതല ഉസ്ഫൂറൻ ഫമാ ഫൗഖഹ ബിഗൈരി ഹഖ്ഖിഹ ഇല്ലാ സഅലഹു അല്ലാഹു അൻഹാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കുരുവിയെ, അതിന് മീതെയുള്ള ഏതൊരു ജീവിയാകട്ടെ, അനർഹമായി അതിനെ കൊന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊന്നവനോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അനർഹമായിട്ടാണ് ഒരു കുരുവിയെ കൊല്ലുന്നതെങ്കിലും അതിൽ വിചാരണയുണ്ടാകുമെന്നാണ്. എന്താ ഈ അനർഹത? അപ്പോൾ അർഹമായ രീതിയിൽ പറഞ്ഞാൽ ഒരാൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അറുക്കുന്നതാണ് എങ്കിൽ അതാണ് അർഹത. അതല്ല കേവലം ഒരു ജീവൻ ഹനിച്ചുകൊണ്ടുള്ള രീതിയാണ് എങ്കിൽ അത് അനർഹമാണ്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു സംഘം യുവാക്കളുടെ അരികിലൂടെ നടക്കുന്നുണ്ട്. ഒരു കോഴിയെ അവർ നാട്ടി അതിനു നേരെ അവർ അമ്പെയ്യുകയാണ്. ലക്ഷ്യം കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കാനുള്ള ഒരു മത്സരം.
അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞത് ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇത്തഖദ ശൈഅൻ ഫീഹി റൂഹുൻ ഗറദൻ, ആത്മാവുള്ള ഒന്നിനെ നാട്ടക്കുറിയായി നിശ്ചയിക്കുന്നവരെ അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ഒരു കോഴിയെ നാട്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ലക്ഷ്യം നോക്കുന്നത്. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇത്തരം ഏർപ്പാട് ചെയ്യുന്നവരെ ശപിച്ചു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ഇന്ന അഅ്ളമ ദുനൂബി ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൊടിയ പാപം ഏത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വിശദീകരിച്ചു. അതിൽ 3 കൂട്ടരെ എണ്ണിയപ്പോൾ അതിലൊരു കൂട്ടരാരാണ്? വആഖറു യഖ്തുലു ദാബതൻ അബസ, മൂന്നാമൻ വെറുതെ മൃഗങ്ങളെ കൊല്ലുന്നവൻ എന്നാണ്. ലഅനല്ലാഹു മൻ മസ്സല ബിൽ ഹയവാൻ, മൃഗങ്ങളെ വികൃതമാക്കുന്നവനെ അള്ളാഹു ശപിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വികൃതമാക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളിൽ കോലം കെടുത്തുക, വരയ്ക്കുക, മുറിക്കുക, ഇങ്ങനെ വികൃതമാക്കുക. അപ്പോൾ എത്ര ഗൗരവപ്പെട്ട വിഷയമാണ് നമ്മുടെ ദീൻ മൃഗങ്ങളുടെ വിഷയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കശാപ്പുകാരൻ ആടിനെ വലിച്ചു കൊണ്ടുപോകുന്നത് കാണുകയാണ്, അറക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഉമർ പറഞ്ഞത് ഇസ്ഹബ്ഹ ഇലൽ മൗതി ബിർരിഫ്, മരണത്തിലേക്ക് അതിനെ സാവകാശം മൃദുലമായി വലിച്ചു കൊണ്ടുപോ മനുഷ്യ എന്നാണ് പറഞ്ഞത്. അത് പറയാൻ പ്രേരകം ഈ ദീനിൽ പഠിപ്പിക്കപ്പെട്ട സുന്ദരമായ അദബുകളാണ്. മൃഗങ്ങളാണെങ്കിലും അവക്കുള്ള അവകാശങ്ങളെ പഠിപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ കൽപ്പിക്കുവാൻ പ്രേരണയുണ്ടാകുന്നത്. ഇന്ന് മനുഷ്യർ വരെ അന്യായമായി കൊല്ലപ്പെടുന്ന, അനർഹമായി കൊല്ലപ്പെടുന്ന കാഴ്ച ലോകത്ത് ഏറെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരക്തം അതിൻ്റെ വില ഏറ്റവും കുറഞ്ഞു പോയ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മൃഗങ്ങളുടെ വിഷയത്തിൽ വരെ നമ്മുടെ ദീൻ പറഞ്ഞതായി ഇത്തരം സുന്ദരമായ ആശയങ്ങൾ നമ്മൾ ഘോഷിക്കുന്നത്, ഇസ്ലാമിൻ്റെ മേന്മയായി എണ്ണുന്നത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ എന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഓതുന്നു, എല്ലാ മിമ്പറുകളിലും നമ്മൾ കേൾക്കുന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു നീതി കൊണ്ട് കൽപ്പിക്കുന്നു. വൽ ഇഹ്സാൻ, ഇഹ്സാൻ കൊണ്ടും കൽപ്പിക്കുന്നു. ആ ഇഹ്സാൻ അത് ജീവിതത്തിൽ നമ്മൾ കൈയാളുന്ന എല്ലാ മേഖലയിലും, എല്ലാ വിഷയങ്ങളിലും നമ്മളുടെ സൽപെരുമാറ്റം, നേർപെരുമാറ്റം, ശരിയായ വർത്തനം, ഇതാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹദീസ് ഏറെ ശ്രേഷ്ഠമായ അതിസുന്ദരമായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സുന്ദരമായ ദീനിൻ്റെ സുന്ദര വിഷയങ്ങളെ, സുന്ദര ആശയങ്ങളെ, അറിയിപ്പുകളെ, ഉപദേശങ്ങളെ, നിർദ്ദേശങ്ങളെ പഠിച്ച് പ്രാവർത്തികമാക്കാൻ നമുക്കേവർക്കും തുണയേകുമാറാവട്ടെ. ഈ സുന്ദര ആശയങ്ങളെ ലോകത്ത് പ്രചരിപ്പിക്കുവാൻ, ഈ ദീനിൻ്റെ പ്രചാരകരാകാൻ നാം ഏവരെയും അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.